2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. എയിംസ്, അതിവേഗ റെയിൽവേ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ശബരി റെയിൽവേ, വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള പ്രത്യേക പദ്ധതി എന്നിങ്ങനെയുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് കേരളം കരുതുന്നത്. കേന്ദ്രം പലപ്പോഴായി വെട്ടിക്കുറച്ച 21,000 കോടി രൂപ പ്രത്യേക പാക്കേജായി അനുവദിക്കുമെന്നും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണിത്. ഇത്തവണ ബജറ്റ് ഞായറാഴ്ചയാണെന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓഹരി വിപണികൾ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കും. മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി അവതരിപ്പിച്ച 10 ബജറ്റുകളുടെ റെക്കോർഡിലേക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കുതിക്കുന്നത്. 1959 മുതൽ 64-ലും 1967-69-ലുമായാണ് മൊറാർജി ദേശായി ഈ റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കിയത്. രണ്ടാം മോദി സർക്കാരിലും 3ാം സർക്കാരിലുമായി നിർമ്മല സീതാരാമൻ 6 വർഷക്കാലമായി ധനമന്ത്രിയായി തുടരുകയാണ്. 2019 മെയ് 31-നാണ് നിർമ്മല കേന്ദ്ര ധനമന്ത്രിയായത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷകൾ ഏറെയാണ് കേരളത്തിന്. കേന്ദ്ര ബജറ്റിൽ പരിഗണനക്കായി 29 ആവശ്യങ്ങളുടെ നീണ്ട പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ അനുബന്ധ വികസനങ്ങളായ റെയിൽ കണക്ടിവിറ്റി, വ്യവസായ ഇടനാഴി തുടങ്ങിയവയ്ക്കായി പ്രത്യേക പദ്ധതികൾ, കേരളത്തിനായി 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇടനാഴി, റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുക, വിഴിഞ്ഞം ചവറ കൊച്ചി തീരമേഖലയെ ബന്ധിപ്പിച്ച് റെയിൽ എർത്ത് കോറിഡോർ, മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കാനും കൃഷിനാശം തടയാനുമുള്ള പദ്ധതികൾക്കായി 1,000 കോടി രൂപയുടെ പ്രത്യേക സഹായം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങളും പ്രതീക്ഷയുമാണ് കേരളത്തിന് ഇത്തവണത്തെ ബജറ്റിലുള്ളത്.